കോൺഗ്രസ് കായംകുളം 32-ാം വാർഡ് കമ്മിറ്റി കായംകുളം കാവടിപ്പാലം റോഡിലെ തകർന്ന ഭാഗങ്ങൾ താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കി. ശുചീകരണ പുനരുദ്ധാരണ പ്രവർത്തനം മുൻ കൗൺസിലർ പി.സി. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കായംകുളം 32-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം കാവടിപ്പാലം റോഡിലെ തകർന്ന ഭാഗങ്ങൾ താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കി. കാവടിപ്പാലം മേച്ചേരിൽ റോഡിലെ 100 മീറ്റർ കോൺക്രീറ്റ് നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി റോഡിന്റെ തകർന്നു കിടന്ന തെക്ക് ഭാഗം താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കുകയായിരുന്നു. കോൺഗ്രസ് 32-ാം വാർഡ് കമ്മിറ്റി ഇക്കാര്യത്തിൽ ജനകീയ ഇടപെടൽ നടത്തുകയായിരുന്നുവെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പുനർനിർമ്മാണത്തിന് ആവശ്യമായ സാമഗ്രികൾ എത്തിക്കുകയും വാർഡ് കമ്മിറ്റിയുടെ സാമ്പത്തിക സഹായത്തോടെ JCB ഉപയോഗിച്ച് കുഴികൾ മൂടുകയും ചെയ്തു. ശുചീകരണ പുനരുദ്ധാരണ പ്രവർത്തനം മുൻ നഗരസഭാ കൗൺസിലർ പി.സി. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് പ്രദീപ്, വാർഡ് സെക്രട്ടറി അനിൽ പനക്കാട്, ബൂത്ത് പ്രസിഡന്റ് ബിജു അങ്കമാലിക്കൽ, എം വി ലാൽ, ദിവ്യ എസ്, ദിലീപ് ബാബു, വിജയ്, ഹരിദാസൻ, ശ്രീജിത്ത്, അരവിന്ദൻ, ബിജീഷ്, ഹരികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 10 വർഷക്കാലം 32-ാം വാർഡിലെ ജനപ്രതിനിധികൾ ഈ പ്രദേശത്തെ പരിഗണിക്കുകയും ഈ പ്രദേശത്തെ ശോചനീയാവസ്ഥ കാണുകയും ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഇതിലെയുള്ള സഞ്ചാരയോഗ്യം താറുമാറായത്. 10 വർഷത്തിന് മുമ്പ് ഈ മലയൻ കനാലിന് വേണ്ടി ഇരു കരകളിലും പിച്ചിങ് കെട്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഇരുകരകളിലും സഞ്ചാരയോഗ്യ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയും ഞാൻ വളരെയധികം പാടുപെട്ടതിൻ്റെ പേരായി 1 കോടി രൂപ കിഴക്കേ സൈഡിലേക്ക് കിട്ടി. രണ്ടാമത് 1 കോടി രൂപയും കൂടി ഈ പടിഞ്ഞാറക്കരയ്ക്കും കിട്ടിയാൽ അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ പാലം നമ്മുടെ ഇതിൻ്റെ ഈ SN സെൻട്രൽ സ്കൂളിൻ്റെയും ബിഷപ്പ് സ്കൂളിൻ്റെയും മധ്യഭാഗത്തായിട്ടൊരു ചെറിയ പാലവും അനുവദിക്കാനുള്ള പ്രാഥമിക നടപടികളൊക്കെ ആരംഭിച്ചതാണ്. പക്ഷേ അതിൻ്റെ ഫോളോ അപ്പോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാനോ കഴിഞ്ഞ 2 ടേമിലിരുന്ന് കൗൺസിലർമാർ ശ്രമിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ശോചനീയാവസ്ഥ. അതുമാത്രമല്ല, ഈ മലയൻ കനാലിലെ ചേറ് കോരി ഈ സൈഡിലേക്ക് ഇട്ടത് കാരണം ഇതിലെ സഞ്ചാരയോഗ്യമായ ഒരു 2 വീലറിലോ ഒരു സൈക്കിളിലോ ഒന്നും നടന്നു പോകാനോ പറ്റാത്ത സാഹചര്യമായതിനാലാണ് ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോറി വേസ്റ്റ് ഇറക്കി ഈ റോഡ് വൃത്തിയാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. തീർച്ചയായും ഈ വാർഡിലേക്ക് ഈ പ്രദേശത്തേക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. 10 മാസം കഴിഞ്ഞു, യാതൊരുവിധ പ്രവൃത്തി ഇതുവരെ ആരംഭിച്ചിട്ടില്ല. എത്രയും വേഗം നഗരസഭ ഇടപെട്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ ഒരു ചെറിയ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ ഉണ്ടാവണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. CDNet ന്യൂസ് കായംകുളം.